പ്രമാണിമായിരിക്കുന്ന യഹൂദന്മാർ അവനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവനോടുകൂടെ ഒരു താരത്തിൽ ഭക്ഷണം കഴിച്ച 12 ശിഷ്യന്മാരിൽ ഒരുവനായിരിക്കുന്ന യൂദ 30 വെള്ളിക്കാശിന് അവന് ഒറ്റുകൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ട ലോകാരംഭത്തിന് മുമ്പ്, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം സർവ്വജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യവും നാളത്തെ കാര്യവും അറിവുള്ളവനാണ്. നീ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് നിന്നെ പറ്റി അറിയാം. നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ എല്ലാ രഹസ്യങ്ങളും അവനറിയാം. നീ മരിച്ചതിന് ശേഷം നീ എന്തായി തീരുമെന്ന് അവനറിയാം. അതുകൊണ്ടാണല്ലോ സുവിശേഷം അറിയിക്കാൻ ഞങ്ങളെ വിട്ടത്. ഈ സുവിശേഷം കേട്ട് ഇവിടെ ചിലർ മാനസാന്തരപ്പെടും. ദൈവം അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടതാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിലേക്ക് നോക്കുവിനെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിരവധിയായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന പാപം ചുമടേറ്റുകൊണ്ടവൻ ഗോൽഗോഥ മലമുകളിലേക്ക് പോവുകയാണ്. ഓ ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നുള്ള വചനം ഞങ്ങൾ ഘോഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതേ പ്രിയപ്പെട്ടവരെ, അവൻ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നുള്ള പ്രവചനത്തിൽവണ്ണം പുരുഷ രക്തം കൂടാതെ ഭൂമിയിൽ ജനിച്ച ഏക വ്യക്തി. കാരണം അവന് മാത്രമേ നമ്മുടെ പാപത്തിന് പരിഹാരമായിരിക്കുന്ന രക്തം, വിശുദ്ധ രക്തം ചൊരിയുവാൻ കഴിയുമായിരുന്നുള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെ ഏൽക്കുവാൻ ആ വിശുദ്ധ രക്തത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ അവൻ 30 വർഷക്കാലം അവന്റെ അമ്മ മറിയോടും വളർത്തപ്പൻ യോസഫിനോടും കൂടെ ജീവിച്ചു. 3.5 വർഷക്കാലം അവൻ എന്താണ് ആ പാലസ്തീന്റെ തെരുവിലേക്ക് ഇറങ്ങി സുവിശേഷം ഘോഷിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവരെന്ന് ഘോഷിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുവരെന്ന് ഘോഷിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവൻ മുമ്പോട്ട് പോകുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമുക്ക് വേണ്ടി മരിക്കണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള സമയമായപ്പോഴ് അവൻ ആ പെസഹ ദിവസം ഗെത്സമനെ തോട്ടത്തിൽ മുഴങ്കാലം മടക്കി പിതാവായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തനിക്ക് കൊടുത്ത ഈ ശരീരത്തെ യാഗമായിട്ട് അർപ്പിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, എന്താണ് യേശുക്രിസ്തുവിന്റെ ശരീരയാഗം എന്നറിയാമോ? അന്ന് അവരെ ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാങ്ങളുടെയും ഇതാ യാഗങ്ങൾ കൂടി അറുത്ത് കളഞ്ഞു. അവിടെ അന്ന് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ശലോമോൻ എന്ന് പറഞ്ഞ ആ ദൈവദാസന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്നവന് ദൈവത്തിന്റെ ആലയം പണിഞ്ഞു. അതിനകത്ത് എന്താണ് 1,20,000 ആട്ടുകൊറ്റന്മാരെ അറുത്ത് രക്തം യാഗപീഠത്തിൽ ഒഴിച്ചു. 20,000 കാളകളെ അറുത്ത് അതിന്റെ രക്തം യാഗപീഠത്തിൽ ഒഴിച്ചു. പക്ഷെ ദൈവം പ്രസാദിച്ചില്ല. ദൈവം ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിൽ പ്രസാദിച്ചില്ല. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിൽ ദൈവമേ നീ പ്രസാദിച്ചില്ല, ഹനനയാകോ ഹോമയാകോ നീ ഇച്ഛിച്ചതുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ വരുന്നു. അതേ പ്രിയപ്പെട്ട, ദൈവത്തിന്റെ ഇഷ്ടം യേശുക്രിസ്തുവിന്റെ ശരീരയാഗമാണ്. ആ യാഗത്തിൽ മാത്രമേ പിതാവായി ദൈവം പ്രസാദിച്ചുള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ യേശുക്രിസ്തു നമ്മുടെ പാപ പരിഹാര ബലിയായിട്ട് ആ ക്രൂസിൽ അവന്റെ ശരീരം തകർക്കപ്പെടുമ്പോൾ ദൈവത്തിനും മനുഷ്യനും ഇടയിലുണ്ടായിരുന്ന ശത്രുത്വം എന്ന തിരിശീല കീറിക്കളഞ്ഞുകൊണ്ട് ഏത് പാപിക്കും യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ നോയമ്പുകളോ ഒന്നുമില്ലാതെ യേശുക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു, അവൻ എനിക്ക് പകരക്കാരനായിട്ട് മരിച്ചു എന്നുള്ള വിശ്വസിക്കുന്ന ഏവരെയും സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് പ്രവേശിപ്പാൻ സ്വർഗം പരസ്യമായിട്ട് തുറക്കപ്പെട്ടിരിക്കുന്നു.